കബറിടം മാന്തുന്ന ഇസ്രായേലി സേനയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രധാന ചർച്ച. റുമേനിയയിൽ ചുവടുറപ്പിക്കുന്ന വലതുപക്ഷ ദേശീയതയും ഹോങ്കോങ്ങിലെ സ്വവർഗ വിവാഹ വിധിയും മറ്റ് രണ്ട് ചർച്ചകൾ. സ്വാഗതം വേൾഡ് ഇൻ വേർഡ്സിലേക്ക്. കാളിൻ ജോർജസ്ക്യൂ റുമേനിയയിൽ അത്രയധികം അറിയപ്പെടുന്ന ആളൊന്നും ആയിരുന്നില്ല ഇക്കഴിഞ്ഞ ദിവസം വരെ. എക്സിറ്റ് പോളുകളിൽ പോലും ഈ പേര് പറഞ്ഞു കേട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം റുമേനിയയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ റൗണ്ട് ഫലം വന്നപ്പോൾ മുതലാണ് ഈ തീവ്ര ദേശീയവാദിയെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചത്. വിജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷത്തിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും വെറും 22% വോട്ടേ നേടിയിട്ടുള്ളൂ എങ്കിലും മുന്നേറുന്നത് ഇദ്ദേഹമാണെന്നാണ് വാർത്ത. ടിക്ടോക്കിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുമാണ് വലതുപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് ഇദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തിയത് അത്രേ. ടിക്ടോക്കിൽ 3.4 മില്യൺ ഫോളോവേഴ്സും 1.7 മില്യൺ മുകളിൽ ലൈക്കുകളുമാണ് ഇദ്ദേഹത്തിനുള്ളത്. ചർച്ചിൽ പോകുന്നതും ജൂഡോ കളിക്കുന്നതും പോഡ്കാസ്റ്റിലെ സംസാരവുമൊക്കെയാണ് ഇദ്ദേഹം പോസ്റ്റ് ചെയ്യാറുള്ളത്. റുമേനിയയിൽ ഇത്തരം പ്രചാരണങ്ങളൊന്നും സാധാരണ നടക്കാത്തതാണ്. രണ്ടാം സ്ഥാനത്തുള്ള എലീന ലെസ്കോണിക്കുള്ളത് 19% വോട്ടാണ്. ഐക്യരാഷ്ട്രസഭ ജോലിക്കാരനും സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളുടെ പ്രചാരകനുമായിരുന്നു അതുവരെ ജോർജസ്ക്യൂ. റുമേനിയയുടെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ മോചിപ്പിക്കാൻ ദൈവം നേരിട്ട് പറഞ്ഞയച്ച വിമോചകനാണ് താൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ തെരഞ്ഞെടുപ്പെന്നായിരുന്നു ജോർജസ്ക്യൂവിൻ്റെ അഭിപ്രായം. അത്തരം പ്രചാരണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്നതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. നേരത്തെ തന്നെ റുമേനിയയുടെ ഫാഷിസ്റ്റ് ഭരണാധികാരിയെ വാഴ്ത്തിപ്പറഞ്ഞ് വിമർശനങ്ങൾക്ക് വിധേയനായ ആളായിരുന്നു ഇദ്ദേഹം. ഇപ്പോൾ കക്ഷിക്ക് ഇഷ്ടം റഷ്യയും, അതായത് യുക്രൈനെതിരാണ് എന്നർത്ഥം. റഷ്യയുമായാണ് റുമേനിയയ്ക്ക് സാംസ്കാരികമായി അടുപ്പമുള്ളതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. റുമേനിയയിലെ പ്രസിഡന്റിന് വലിയ അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും സൈനിക ചെലവ് തീരുമാനിക്കുന്ന കാര്യത്തിലും വിദേശ നയത്തിൻ്റെ കാര്യത്തിലും അല്പം അധികാരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ റുമേനിയ പുലർത്തിപ്പോരുന്ന യുക്രൈൻ സ്നേഹം എന്താവും എന്നതും നാറ്റോയുമായുള്ള നിലപാടിന് എന്തു മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലൊക്കെ ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഉത്കണ്ഠപ്പെടുന്നുണ്ട്. കാരണം നാറ്റോ, യൂറോപ്യൻ യൂണിയൻ, അമേരിക്കൻ പ്രതിരോധ സംവിധാനം എന്നിവയോടൊക്കെ പുച്ഛമാണ് ജോർജസ്ക്യൂവിന്. 650 കിലോമീറ്റർ യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യത്ത് ഇനി ഏതു തരം വിദേശ നയമായിരിക്കും ഉണ്ടാവുക എന്നതിലും ഉത്കണ്ഠയുണ്ട്. റുമേനിയയിലെ വലിയ വലതുപക്ഷവാദികളും ജോർജസ്ക്യൂ നേടിയ വോട്ട് ശതമാനം കണ്ട് അന്തിച്ചിരിപ്പാണ്. തീവ്ര വലതുപക്ഷക്കാരനായും റുമേനിയയുടെ വംശീയ ഏകോപനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായും വിലയിരുത്തപ്പെടുന്ന ജോർജ് സിമിയൻ 4ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. ട്രംപിൻ്റെ സ്വന്തക്കാരനാണ് എന്ന് അവകാശപ്പെട്ടിട്ടും സിമിയണിന് ഈ അവസ്ഥയാണ് ഉണ്ടായത്. 1989 വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസം തകർന്ന റുമേനിയയിൽ ഇനി വലതുപക്ഷ തീവ്രത അരങ്ങ് തകർത്തു വാഴുമോ എന്നറിയാൻ ഡിസംബർ 8 വരെ കാത്തിരിക്കണം. കഴിഞ്ഞ വർഷം നടന്ന ഇസ്രായേലി വ്യോമാക്രമണത്തിലാണ് ആലാൽ ഷെയ്ഖ് കൊല്ലപ്പെട്ടത്. അവളുടെ മൃതശരീരം വടക്കൻ ഗസയിലെ ഒരു ഇന്തോനേഷ്യൻ ആശുപത്രിക്ക് സമീപമുള്ള താൽക്കാലിക ഖബറിടത്തിലാണ് സംസ്കരിച്ചത്. ഫലൂജ ഖബറിടത്തിലേക്ക് മൃതദേഹം മാറ്റാനായിരുന്നു കുടുംബത്തിൻ്റെ തീരുമാനം. പക്ഷെ പിന്നീട് ആലയുടെ കുടുംബത്തിന് ആ ഖബറിടം സന്ദർശിക്കാനായില്ല. കാരണം നിരന്തരമായ ഇസ്രായേലി ആക്രമണം അത്രയും ഭീകരമായിരുന്നു. പ്രസ്തുത ഹോസ്പിറ്റലിന് നേരെ വരെ ഇസ്രായേലി ആക്രമണം ഉണ്ടായി. ഇസ്രായേൽ പട അല്പമൊന്ന് പിൻവാങ്ങിയപ്പോൾ ആ കുടുംബം ഖബറിടം സന്ദർശിച്ചുവെങ്കിലും അവളുടെ മൃതശരീരം അപ്രത്യക്ഷമായിരുന്നു. ഖബറും മാന്തിയിരുന്നു. അവിടം ശൂന്യമായിരുന്നു. ആലയുടെ മാത്രമല്ല മറ്റു പലരുടെയും മൃതശരീരത്തിന് സംഭവിച്ചത് ഇതായിരുന്നു എന്നാണ് ഗസയിൽ നിന്നും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ആലയുടെ കുടുംബം ആ മൃതശരീരത്തിന് വേണ്ടി പരതി നടന്നു. പ്രദേശത്തെ ആളുകളോടും മുഴുവൻ അന്വേഷിച്ചു. പക്ഷേ ആളുകൾ പറഞ്ഞത് അതിനേക്കാൾ ഭീകരമായ കഥയായിരുന്നു. ഇസ്രായേലി സൈന്യം ഖബർസ്ഥാനിലേക്ക് ഒരിക്കൽ കടന്ന് കയറിയിരുന്നു. അവരെന്താണ് ചെയ്യുന്നത് എന്നറിയാൻ ജനലുകളിലൂടെ എത്തി നോക്കിയവരെ വരെ അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അത്രേ. മൃതദേഹം സയനിസ്റ്റ് സൈന്യം കൊണ്ടുപോയിരിക്കാമെന്നും ബുൾഡോസറുകൾ ഉപയോഗിച്ച് മണ്ണിനടിയിലേക്ക് മാറ്റിയിരിക്കാം എന്നുമൊക്കെയാണ്
ആളുകൾ പറയുന്നത്. ഇപ്പോഴും ആലയുടെ മൃതശരീരത്തെപ്പറ്റി ഒരു വിവരവുമില്ല എന്നാണ് സഹോദരൻ യഹിയ അൽ ഷേഖ് പറയുന്നത്. ഇസ്രായേൽ സൈന്യം ഇത്തരം വിഷയങ്ങളിൽ മഹാക്രൂരതകൾ ചെയ്യും എന്ന കാര്യത്തിൽ മധ്യപൗരസ്ത്യ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇസ്രായേൽ സൈന്യത്തിന് മാത്രം ചെയ്യാവുന്ന മനുഷ്യത്വ വിരുദ്ധതകളിൽ ഒന്നായിരിക്കും അത്. ഒന്നുകിൽ അവർ സെമിത്തേരികൾ തകർക്കുകയോ ഖബറുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുകയോ അവിടെ ബോംബിട്ട് നശിപ്പിക്കുകയോ മൃതശരീരം കുഴിച്ചെടുത്ത് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടത്രേ. ഗസയിലെ പലസ്തീൻ സർക്കാർ മീഡിയ ഓഫീസിൻ്റെ അഭിപ്രായത്തിൽ ഇസ്രായേലി സൈന്യം ഇത്തരത്തിൽ കൊണ്ടുപോയ മൃതശരീരങ്ങളുടെ എണ്ണം 2300ഓളം വരും. തകർക്കപ്പെട്ട ഖബർസ്ഥാനങ്ങളുടെ എണ്ണം 20ഓളവും. ഖബർസ്ഥാനിൽ അടക്കം ചെയ്ത ശരീരങ്ങൾ പിന്നീട് പോയി നോക്കുമ്പോൾ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെട്ടതിനെക്കുറിച്ച് നിരവധി ഫലസ്തീനികൾ സംസാരിക്കുന്നുണ്ട്. ശരീരം പുറത്തെടുക്കുക മാത്രമല്ല, അവ അവിടുന്ന് മാറ്റുന്നുമുണ്ട് ഇസ്രായേൽ സൈന്യം. ഖബറിടങ്ങളിൽ നിന്ന് മാന്തിയെടുക്കുന്ന മൃതശരീരങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന ട്രക്കുകൾ ചിലപ്പോഴൊക്കെ ഗസയിലേക്ക് വരാറുണ്ടത്രേ. ആരുടെ ശരീരങ്ങളെന്നോ എവിടുന്ന് കിട്ടിയെന്നോ അടയാളപ്പെടുത്താതെയാണ് അവ എത്തുന്നതത്രേ. ഗസയിലെ ഹബീബ് അൽ സലാമ ലോകത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ എന്ന് നോക്കൂ. ഉപ്പയെ കാണുക എന്നതിൽ നിന്നും എൻ്റെ സ്വപ്നം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഉപ്പയുടെ മയ്യത്ത് അതേ ഖബറിൽ തന്നെ ഉണ്ടാവണേ എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രാർത്ഥന. അദ്ദേഹത്തെ വല്ലാതെ മിസ് ചെയ്യുമ്പോൾ പോയി കാണാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞാൽ മതിയായിരുന്നു. 2023 ഹോങ്കോങ് കോടതി വിധി സ്വവർഗ വിവാഹം അനുവദിക്കാനാവില്ലെന്നും അവരുടെ മറ്റവകാശങ്ങളെക്കുറിച്ച് നയം രൂപീകരിക്കുന്നതിന് സർക്കാരിന് 2 വർഷം അനുവദിച്ചുകൊണ്ടും ആയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും പുതിയ വിധി വന്നു. സ്വവർഗ വിവാഹിതർക്ക് പിന്തുടർച്ചാവകാശവും ഗാർഹികാവകാശവും നൽകിക്കൊണ്ടാണ് ആ വിധി വന്നിരിക്കുന്നത്. സാധാരണ കുടുംബം അല്ല എന്ന പേരിൽ തങ്ങൾക്ക് പൊതു വാടക വീടുകൾ അനുവദിക്കുന്നില്ല എന്ന സ്വവർഗ സ്നേഹിയുടെ പരാതിയിലാണ് ഈ കേസ് 6 വർഷം മുമ്പ് ആരംഭിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ വീടുകൾ നൽകുന്ന സർക്കാർ പദ്ധതിയും അനന്തരാവകാശ നിയമങ്ങളും സ്വവർഗ വിവാഹിതരെ പരിഗണിക്കുന്നില്ല എന്ന മറ്റൊരു പരാതിയും ഇതൊന്നിച്ച് പരിഗണിക്കുകയായിരുന്നു കോടതി. ഹോങ്കോങ്ങിൽ ഏകദേശം 30% ആളുകളും താമസത്തിനായി ആശ്രയിക്കുന്നത് സർക്കാർ നൽകുന്ന പൊതുഭവനങ്ങളാണ്. അതേസമയം പ്രത്യുൽപാദനം നടക്കട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ ഇത്തരം വീടുകൾ നൽകുന്നത് എന്നും സ്വവർഗ വിവാഹിതർക്ക് അത്തരം സൗകര്യങ്ങൾ നൽകാനാവില്ല എന്നുമാണ് സർക്കാർ വക്താക്കൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ കുട്ടികൾ വേണ്ടെന്ന് വെച്ച ദമ്പതികൾക്ക് വീട് നൽകുന്നത് എന്തുകൊണ്ടാണെന്നാണ് വിമർശകരുടെ ചോദ്യം. ഹോങ്കോങ്ങിൽ സ്വവർഗ വിവാഹത്തിനുള്ള ജനകീയ പിന്തുണ കൂടി വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 60% ആളുകളും ഇത് അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഉള്ളതത്രേ. നന്ദി.